ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിരൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് എന്ന് പറഞ്ഞൊരു സീരീസിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. സോ ഇന്നത്തെ സെഷന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ന്യൂസിൽ UPSC സ്പെസിഫിക് ആയിട്ട് വരുന്ന ആർട്ടിക്കിളുകൾ നമ്മൾ ചൂസ് ചെയ്യും, അതിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം. സോ ഒരു പ്രിലിംസ് പേഴ്സ്പെക്റ്റീവിലും ഒരു മെയിൻസ് പേഴ്സ്പെക്റ്റീവിലും നമ്മൾ ഈ ചോദ്യങ്ങളെല്ലാം ആൻസർ ചെയ്യും, അനലൈസ് ചെയ്യും. അതിനുശേഷം ലൈക്ക് ഒരു UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അതായത് ഇനീഷ്യൽ ഫേസിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിലിംസ് റിലേറ്റഡ് ആയിട്ടുള്ള കണക്റ്റഡ് ഫാക്ട്സുകൾ കറണ്ട് അഫയേഴ്സിൽ നിന്ന് പിക്ക് ആൻഡ് ചൂസ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം. അതിന് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാവും. സോ അതിനെ ആ ടൈം സ്പെൻഡ് ചെയ്യുന്നതൊന്ന് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷ്യം. സോ സമയം കളയാതെ തന്നെ നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഇത് ഹിന്ദു ദിനപത്രത്തിലെ ഓപ്പൺ എഡിറ്റോറിയൽ ഭാഗത്ത് വരുന്ന ഒരു ആർട്ടിക്കിളാണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു വിർച്വൽ ഡിജിറ്റൽ അസറ്റ്സ്. സോ ഈ ഒരു ആർട്ടിക്കിൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. എന്താണ് വിർച്വൽ ഡിജിറ്റൽ അസറ്റ്സ് എന്നുള്ളത്, പിന്നെ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ടെക്നോളജി എന്താണ്, ദെൻ നമ്മൾ റെഗുലേറ്റിംഗ് പാർട്ടിലേക്ക് പോകും. അതായത് ഇന്ത്യയിൽ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇന്ത്യയിൽ വിർച്വൽ ഡിജിറ്റൽ അസറ്റ്സിന് പല റെഗുലേഷനുകളും ഉണ്ട്, ലോകത്ത് എങ്ങനെയാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് അത് പ്രവർത്തിക്കുന്നത്, എന്തൊക്കെ നമുക്ക് ഇനി അഡോപ്റ്റ് ചെയ്യാനുണ്ട്. ഇങ്ങനെ ഒരു പാത്തിലൂടെ ആയിരിക്കും നമ്മളുടെ വിർച്വൽ ഡിജിറ്റൽ അസറ്റ്സിനെ കുറിച്ചുള്ള ഡിസ്കഷൻ പോകുന്നത്. സോ നമുക്ക് സമയം കളയാതെ തന്നെ അതിന്റെ ഡിസ്കഷൻ പാർട്ടിലേക്ക് പോകാം. സോ എന്താണ് വിർച്വൽ ഡിജിറ്റൽ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അസറ്റ്സ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, നമുക്ക് ഒരുപാട് അസറ്റുകൾ അറിയാം. കാർ ഒരു അസറ്റാണ്, ബിൽഡിംഗ് ഒരു അസറ്റാണ്, അല്ലെങ്കിൽ നമ്മൾ വീട് ഒരു അസറ്റാണ്. അങ്ങനെ ഒരുപാട് അസറ്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ വിർച്വൽ ഡിജിറ്റൽ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിർച്വലി നമ്മൾ കീപ്പ് ചെയ്യുന്ന അസറ്റുകളാണ്. സോ കൊമേഴ്സിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊമേഴ്സിൽ പ്രധാനമായിട്ടും അസറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ടാഞ്ചിബിൾ അസറ്റ്സ് എന്നും ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, തൊടാൻ കഴിയുന്ന അസറ്റുകൾ, തൊടാൻ കഴിയാത്ത അസറ്റുകൾ. സോ മേജർലി അങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ വിർച്വൽ അസറ്റ്സ് എന്തിന്റെ കീഴിൽ വരും? അതായത് ഏതെങ്കിലും ഒരു ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന അസറ്റുകളാണ്. അത് ചിലപ്പോൾ ഇൻഫോർമേഷൻ ടെക്നോളജി ആയിരിക്കാം, ചിലപ്പോൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ആയിരിക്കാം. അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന അസറ്റുകളെയാണ് വിർച്വൽ ഡിജിറ്റൽ അസറ്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ലൈക്ക് ഇപ്പം നമ്മളുടെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപയുണ്ട്, അത് നമുക്കൊരു അസറ്റാണ്. ഈ 10 ലക്ഷം രൂപ നമ്മളൊരു ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു. ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊരു പേപ്പറിൽ നമ്മൾ കടം കൊടുക്കുന്ന ആളെ എഴുതി തരും. ഇത്ര ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇതൊരു 10 ലക്ഷം എന്ന് പറയുന്നത് 11 ലക്ഷം അല്ലെങ്കിൽ 15 ലക്ഷം രൂപയായിട്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതിനെയാണ് പേപ്പർ ബോണ്ട് എന്ന് പറയുന്നത്. അതിപ്പോൾ ഒരു പേപ്പർ അസറ്റായി. അതുപോലെ വിർച്വലി നമ്മൾ കീപ്പ് ചെയ്യുന്ന അസറ്റുകളെയാണ് വിർച്വൽ ഡിജിറ്റൽ അസറ്റ്സ് എന്ന് പറയുന്നത്. ഇത് കീപ്പ് ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് ടെക്നോളജീസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, അല്ലെങ്കിൽ ഒരുപാട് ഈ ഫഞ്ചിബിലിറ്റി യൂസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ടെക്നോളജീസ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിപ്റ്റോ കറൻസികളാണ്. മനസ്സിലായോ? ക്രിപ്റ്റോ കറൻസി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, നമുക്ക് അറിയാവുന്ന ഒരു അസറ്റാണ്. സോ ഇത് വിർച്വൽ ഡിജിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ എന്താണ്? ക്രിപ്റ്റോ കറൻസീസ്. സോ ഇതെങ്ങനെയാണ് ഈ വിർച്വലി ഈ അസറ്റുകളെ കീപ്പ് ചെയ്യുന്നത്? സോ അതിന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി? എന്താണ് സാധാരണയായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നതിനേക്കാളും ഇതിൻ്റെ വ്യത്യാസം വരുന്നത്? അതിന് ഞാനൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഒരു 4 സുഹൃത്തുക്കൾ ചേർന്ന് ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ യാത്ര പോകുന്ന സമയത്ത് യാത്രയുടെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനായിട്ട്, എക്സ്പെൻസുകൾ സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു സുഹൃത്തിനോട് പറയാണ്. അതായത് എ എന്ന് പറയുന്ന ഒരു സുഹൃത്തിനോട് നിങ്ങൾ പറയാണ്, ഈ യാത്രയുടെ മുഴുവൻ ചെലവുകളും നീ ആദ്യം കൊടുക്കുക, എന്നിട്ട് നീ എത്രയാണോ എക്സ്പെൻസുകൾ വരുന്നത് അത് നീ ഒന്ന് എഴുതി വെച്ചു. വൈകുന്നേരം യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഇത് തിരിച്ചു തരാം. അപ്പോൾ എ എന്ത് ചെയ്യുന്നു? ഓരോ എക്സ്പെൻസുകളും എഴുതി വെക്കുകയാണ്. സ്പെൻഡ് ചെയ്യുന്നത് കയ്യിൽ നിന്ന്, പോക്കറ്റിൽ നിന്ന് എടുത്ത് സ്പെൻഡ് ചെയ്യുന്നു. അതിന്റെ എക്സ്പെൻസുകൾ എഴുതി വെക്കുന്നു. വൈകുന്നേരം ആയപ്പോൾ എന്ത് ചെയ്തു? ഒരു 5000 രൂപ എക്സ്പെൻസ് വന്നപ്പോൾ ഒരു 1000 രൂപ കൂട്ടി പറഞ്ഞു. അതായത് 6000 രൂപ എക്സ്പെൻസ് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ബാക്കിയുള്ള 4 പേർക്കും ഇത് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. മനസ്സിലായോ? ഒരു കള്ളത്തരം കാണിച്ചു, അത് ബാക്കിയുള്ളവർക്ക് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അവിടെ ഒരു ട്രാൻസ്പെറൻസി ഗ്യാപ്പ് ഉണ്ട്.
മനസ്സിലായോ? ആ ട്രാൻസ്പെറൻസി ഗ്യാപ്പിനെയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അഡ്രസ് ചെയ്യുന്നത്. മനസ്സിലായോ? സോ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ബ്ലോക്സുകൾ ഉണ്ടാവും. മനസ്സിലായോ? ഒരു ബ്ലോക്ക്, 2 ബ്ലോക്ക്, 3 ബ്ലോക്ക്, അങ്ങനെ ഡിഫറെന്റ് ബ്ലോക്കുകളായിട്ടായിരിക്കും. ഇവിടെ ഒന്നാമത്തതിൽ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എടുത്തു, അതായത് ഒന്നാമത്തെ ചായ കുടിക്കുന്നതിന് ഒരു 100 രൂപ. ഈ 100 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള നമ്മളുടെ പിയർ ഗ്രൂപ്പുകൾക്ക് ഇത് മെസ്സേജ് പോകും. മെസ്സേജ് എന്നല്ല, ഒരു ഇത് പോകും. അവർ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഈ ട്രാൻസാക്ഷൻ സക്സസ് ആവുകയുള്ളൂ. അങ്ങനെ ഓരോ പ്രാവശ്യവും ഈ 5 പേരും വെരിഫൈ ചെയ്യണം. യാത്ര പോകുന്ന 5 പേരും വെരിഫൈ ചെയ്യണം. അതിനെയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ പിയർ ടു പിയർ വെരിഫിക്കേഷൻ എന്ന് പറയും. സോ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരാളല്ല ഇതെല്ലാം കീപ്പ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ഒരു ബ്ലോക്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ എക്സാമ്പിൾ വിട്ടേക്കോ, ഇനി UPSC പെർസ്പെക്റ്റീവിലേക്ക് വരാം. ഒരു ബ്ലോക്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പിയർ ടു പിയർ മെമ്പേഴ്സ് ഇത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ അത് സക്സസ് ആവുകയുള്ളൂ. സോ അപ്പോൾ അവിടെ എന്താണ് വരുന്നത്? ട്രാൻസ്പെറൻസി ഇൻക്രീസ് ചെയ്യും. അവിടെ മറ്റൊരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ്ലി ചേഞ്ച് ആവുകയാണ്. അതെന്താണ്? ഒരു സെൻട്രലൈസ്ഡ് പാറ്റേൺ എന്നുള്ളതിൽ നിന്ന് ഒരു ഡീസെൻട്രലൈസ്ഡ് ടെക്നോളജിയിലേക്ക് മാറുകയാണ്. സോ ബ്ലോക്ക് ചെയിനിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീസെൻട്രലൈസ്ഡ് ടെക്നോളജിയാണ്. ഡീസെൻട്രലൈസ്ഡ് ലെഡ്ജർ ടെക്നോളജി എന്ന് പറയും. ഡീസെൻട്രലൈസ്ഡ് ലെഡ്ജർ ടെക്നോളജി, DLT. അത് പിയർ ടു പിയർ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അത് സക്സസ്ഫുൾ ആവൂ. അങ്ങനെയാണ് ഈ ബ്ലോക്ക് ചെയിൻ വർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ ഒരു പോസിറ്റീവും ഉണ്ട്, ഒരു നെഗറ്റീവും ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പെറൻസി ഇൻക്രീസ് ചെയ്യും, ഓരോരുത്തരും വെരിഫൈ ചെയ്യും. പക്ഷേ ഒരു സെൻട്രലൈസേഷൻ സാധ്യമല്ല. അപ്പോൾ ഒരു സെൻട്രൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്താ നടക്കുന്നത് അല്ലെങ്കിൽ ഈസിലി കൺട്രോളബിൾ അല്ല അത്. മനസ്സിലായോ? ഇങ്ങനെയാണ് ബ്ലോക്ക് ചെയിൻ വർക്ക് ചെയ്യുന്നത്. സോ ക്രിപ്റ്റോ കറൻസിയിലേക്ക് വരാം. ക്രിപ്റ്റോ കറൻസി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ക്രിപ്റ്റോ കറൻസിയും ബാക്കിയുള്ള കറൻസിയും തമ്മിൽ എന്താ വ്യത്യാസം? കറൻസി ഇപ്പോൾ സാധാരണ നമ്മളുടെ കയ്യിലിരിക്കുന്ന ഒരു നോട്ടിൽ എന്തുണ്ട്? ഒരു അണ്ടർലൈയിങ് അസറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്. നമ്മളുടെ നോട്ടിൽ കാണാം, റിസർവ് ബാങ്ക് ഗവർണർ ഒപ്പിട്ടിരിക്കുന്ന സ്ഥലത്ത് റിസർവ് ബാങ്ക് ഗവർണർ ഈ 100 രൂപ തന്നോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ പ്രോമിസ് ടു പേ ദ ബെയറർ ദ സം ഓഫ് 500 റുപ്പീസ് അല്ലെങ്കിൽ 100 റുപ്പീസ്. മനസ്സിലായോ? അങ്ങനെ ഒപ്പിട്ടിരിക്കുന്നത് കൊണ്ടാണ് അതിന് വിലയുള്ളത്. ഇപ്പൊ ഗോൾഡ് വെച്ചിട്ടാണ് നമ്മളൊരു സാധനം സെല് ചെയ്യുന്നത്. ഗോൾഡിന് ഒരു അണ്ടർലൈങ് വാല്യൂ ഉണ്ട്. മനസ്സിലായോ? അങ്ങനെ ഒരു വാല്യൂ ഈ ക്രിപ്റ്റോ കറൻസിക്ക് ഇല്ല. മനസ്സിലായോ? അപ്പൊ എന്താ സംഭവിക്കുക? ചിലപ്പോൾ പൈസ കൂടാം, ചിലപ്പോൾ പൈസ കുറയാം. മനസ്സിലായോ? അതൊരു മാർക്കറ്റ് ഫ്ലക്ച്വേഷന് വിധേയമാണ്. സോ മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻസ് വന്നു കഴിഞ്ഞാൽ ഇതിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് സെൻട്രൽ ഏജൻസികൾക്ക് എളുപ്പമല്ല, അല്ലെങ്കിൽ റിസർവ് ബാങ്ക് പോലെയുള്ള ഏജൻസികൾക്ക് എളുപ്പമല്ല. അപ്പോൾ എന്താ സംഭവിക്കുക? ഇന്ത്യയെ പോലെയുള്ള ഒരു വലിയ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വലിയ എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം എന്താ പ്രശ്നം? ഇത് ഈസിലി നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ട്രാൻസ്പെറൻസി അവിടെയുണ്ട്, നമുക്കൊരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? ഈസിലി ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സോ റെഗുലേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മളുടെ ഈ വിർച്വൽ ഡിജിറ്റൽ അസറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന കാലത്ത് അല്ലെങ്കിൽ പ്രൊമിനന്റ് ആവുന്ന കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യ അതിന് എതിരായിട്ടുള്ളൊരു നിലപാടാണ് എടുത്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഇത് റെഗുലേറ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. സോ അതിൻ്റെ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവാണ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഹിസ്റ്ററിയാണ് ആദ്യത്തെ ഈ ആർട്ടിക്കിളിന്റെ ഭാഗത്തിൽ പറയുന്നത്. അതായത് 2013 മുതൽ ഇന്ത്യ ഇതിനോടൊരു എതിർ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ട് വരുന്നത്. പക്ഷെ കാലം ഒരുപാട് മാറി, കോവിഡ് വന്നു, ഡിജിറ്റൽ പേയ്മെന്റുകൾ ഇൻക്രീസ് ചെയ്തു, ഡിജിറ്റലി നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി. ആ സമയത്ത് പോലും RBI എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ RBI ബാങ്കുകളോട് പറഞ്ഞു, നിങ്ങൾ വിർച്വൽ ഡിജിറ്റൽ അസറ്റ്സിൽ നിങ്ങൾ സെല് ചെയ്യാൻ പാടില്ല. മനസ്സിലായി? RBI ഒരു നിർദ്ദേശം ഇറക്കി. അപ്പൊ കോർട്ട് പറഞ്ഞു, വേണ്ട മക്കളെ, അങ്ങനെ ചെയ്യേണ്ട, അത് എതിരാണ്. കാരണം രാജ്യം ഇത്രയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡിജിറ്റൽ വേൾഡ് ഇത്രയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കോർട്ട് അതിനെ ഡിനേ ചെയ്യാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ്, പെർട്ടിക്കുലർലി ഫിനാൻസ് മിനിസ്ട്രി, അതിന് തടയിടാനായിട്ട് പുതിയ ടാക്സ് ലോസ് കൊണ്ടുവന്നു. അതായത് ടാക്സ് ലോസിൽ അമെൻഡ്മെന്റ് വരുത്തി. എന്നിട്ട് എന്ത് പറഞ്ഞു?
നിങ്ങൾ വിർച്വൽ ഡിജിറ്റൽ അസറ്റിൽ നിങ്ങൾ ചെയ്തോളൂ. ഡിജിറ്റൽ കറൻസിയിൽ നിങ്ങൾ ട്രാൻസാക്ഷൻസ് നടത്തിക്കോളൂ, അതായത് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്തോളൂ, ക്രിപ്റ്റോ കറൻസി പോലുള്ള സാധനങ്ങൾ. പക്ഷേ ഞങ്ങൾ അതിനെ ടാക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? രണ്ട് തരത്തിൽ ഞങ്ങൾ ടാക്സ് ചെയ്യും. ഒന്ന്, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്നുള്ളൊരു രീതിയിൽ, അതായത് നിങ്ങളൊരു ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷന്റെ ബാക്കി എമൗണ്ട് വരുന്നതിന് മുന്നേ നിങ്ങളുടെ ടാക്സ് ആദ്യം ഞങ്ങൾ ഒരു 1% ടാക്സ് പിടിക്കും. മനസ്സിലായോ? 1% TDS നമ്മൾ ആപ്ലിക്കബിൾ ആയിട്ട് വരും. ഓക്കെ, അതിനുശേഷം വരുന്നതാണ് 30% ടാക്സ്, അതായത് ക്രിപ്റ്റോ കറൻസിയിൽ അല്ലെങ്കിൽ വിർച്വൽ ഡിജിറ്റൽ അസറ്റ്സിൽ പ്രവർത്തിക്കുന്ന ട്രാൻസാക്ഷനുകൾക്ക് നമ്മൾ 30% ടാക്സ്. അപ്പോൾ എഫക്റ്റീവ്ലി 31% ടാക്സ് നമ്മൾ കൊടുക്കണം. അപ്പോൾ എന്താണ് സംഭവിക്കുക? നമുക്കൊരു ടാക്സ് കിട്ടേണ്ട ഒരു ടാക്സ് ഉണ്ട്, ആ ടാക്സ് നമുക്ക് കിട്ടാതിരിക്കുന്നു. എന്നാൽ ഇത് റെഗുലേറ്റ് ചെയ്യപ്പെടാതിരിക്കുന്ന ഒരു സംഭവത്തിൽ നമ്മൾ ഫോറിൻ ട്രാൻസാക്ഷനുകളെ നമ്മൾ ഇത് ചെയ്യുകയാണ്, നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെടുകയാണ്. വിച്ച് മീൻസ് നമ്മൾക്ക് കിട്ടേണ്ട ടാക്സ് നമുക്ക് കിട്ടുന്നില്ല. എന്നാൽ വിർച്വൽ അസറ്റ്സിലുള്ള, അതായത് വിർച്വൽ ഡിജിറ്റൽ അസറ്റ്സിലുള്ള ട്രേഡുകൾ ഇന്ത്യയിൽ ഒരുപാട് ഇംപ്രൂവ് ചെയ്യുകയാണ്, അതായത് ഒരുപാട് കൂട്ടുന്നു. സോ ഈ ഒരു റിപ്പോർട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ചെയിൻ അനാലിസിസിന്റെ ഈ അടുത്ത് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം, അതായത് ഒരു 4 to 5 ടൈംസ് ഇൻക്രീസ് ചെയ്തു, ലാസ്റ്റ് ഇയറിനേക്കാളും 4 to 5 ടൈംസ് ഇൻക്രീസ് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. മനസ്സിലായോ? സോ അപ്പൊ നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമുക്ക് കിട്ടേണ്ട ടാക്സുകൾ നമുക്ക് കിട്ടുന്നില്ല. എന്നാൽ എന്ത് സംഭവിക്കുന്നു? ഈ ട്രാൻസാക്ഷനുകൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? നമുക്കൊരു ടാക്സ് ലോസാണ് വരുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ മാസം മെയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് സുപ്രീം കോടതിയിലേക്ക് വരികയാണ്. സുപ്രീം കോടതി എന്ത് പറഞ്ഞു? മക്കളെ, നിങ്ങൾ ബാൻ ചെയ്യുന്നത് കൊള്ളാം, മനസ്സിലായോ, പക്ഷെ അത് കണ്ണടച്ചിരുട്ടാക്കുന്നത് പോലെയാണ്. ഇവിടെ സ്പെസിഫിക്കലി എഴുതി വെച്ചിട്ടുണ്ട്, ബാനിങ് മേ ബി ഷട്ടിങ് യുവർ ഐസ് ടു ഗ്രൗണ്ട് റിയാലിറ്റി. മനസ്സിലായോ? ആ വാക്യം ഹിന്ദു അടക്കമുള്ള മാധ്യമങ്ങൾ എടുത്തുപയോഗിച്ച ഒരു വാക്യമാണ് ആ ദിവസങ്ങളിൽ. ബാനിങ് മേ ബി ഷട്ടിങ് യുവർ ഐസ് ടു ഗ്രൗണ്ട് റിയാലിറ്റി, ദ സുപ്രീം കോർട്ട് സേസ്. മനസ്സിലായോ? നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കരുത്. കാരണം ഡിജിറ്റൽ അസറ്റുകളിൽ ലോകം ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു. മനസ്സിലായോ? ബാൻ ചെയ്തത് കൊണ്ട് ഇത് നമുക്ക് ഒരു പ്രയോജനമില്ലാതെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ക്ലിയർ കട്ടായിട്ടൊരു റെഗുലേഷൻസ് വെക്കൂ. മനസ്സിലായോ? ഗവൺമെന്റിനോട് പറയാൻ നിങ്ങൾ ക്ലിയർ കട്ടായിട്ട് ഒരു റെഗുലേഷൻസ് വെക്കൂ. സോ എന്താണ് ലോകത്തിൽ, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ബാക്കിയുള്ള കൺട്രീസിൽ റെഗുലേറ്റ് ചെയ്യുന്നത്? ഇത് ഒരു ഇഷ്യൂ ആണ് മിക്ക ഡെവലപ്പിംഗ് കൺട്രീസിലും, അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസിലാണെങ്കിൽ പോലും, ചിലപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ പോലെയുള്ള രാജ്യങ്ങളിൽ പോലും ഇത് ഒരു ഇഷ്യൂ ആണ്. പക്ഷേ ഇതിനെ എങ്ങനെ നമ്മൾ റിസോൾവ് ചെയ്യും? അതായത് ഇതിന്റെ സെൻട്രലൈസിങ് പാറ്റേൺ ഇല്ലാത്തത് കൊണ്ട്, പിന്നെ അണ്ടർലൈങ് അസറ്റ് ഇല്ലാത്തത് കൊണ്ടും, ഇത് മാർക്കറ്റ് ഫ്ലക്ച്വേഷന് വിധേയമായതുകൊണ്ട് നമുക്ക് എത്രത്തോളം വിശ്വസിക്കാം എന്നുള്ളത് അതിന്റെ ഒരു ഫാക്ടറായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ലോകം വിർച്വൽ ഡിജിറ്റൽ അസറ്റ്സിനെ ഉൾക്കൊണ്ട് കഴിഞ്ഞു. മനസ്സിലായോ? അപ്പൊ അതിനെ നമ്മളും ഉൾക്കൊള്ളേണ്ട ഒരു ആവശ്യകത ഇവിടെയുണ്ട്. അതാണ് ഈ ആർട്ടിക്കിൾ പ്രൈമറിലി എടുത്തു പറയുന്നത്. മനസ്സിലായോ? സോ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ചില റെഗുലേഷൻസ് ഉണ്ട്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബോർഡ് FSB റെഗുലേഷൻസ് ഉണ്ട്. അങ്ങനെ പല പല റെഗുലേഷനുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. സോ ഈ ആർട്ടിക്കിളിൽ സ്പെസിഫൈ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് അങ്ങനെയുള്ള റെഗുലേഷനുമായിട്ട് കമ്പൈൽ ചെയ്തുകൊണ്ട് നമ്മളും റെഗുലേഷൻസ് കൊണ്ടുവരണം. അല്ലാണ്ട് ഒരു ഇമ്മീഡിയറ്റ് ബാൻ, അല്ലെങ്കിൽ നമ്മളുടെ, അതായത് ഈ ആർട്ടിക്കിൾ പറയുന്നത് 2400 കോടി രൂപയോളം നമുക്ക് ടാക്സ് ഇനത്തിൽ നഷ്ടം വരികയാണ്. മനസ്സിലായോ? ഇങ്ങനെ ഒരു റെഗുലേഷൻ ഇല്ലാണ്ട് നമ്മൾ ഈ 31% ടാക്സ് ഇതിന്റെ മുകളിൽ അടിച്ച് കൊടുക്കുന്നത് കൊണ്ട് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് ഈ പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള മെത്തേഡിലൂടെ, അല്ലെങ്കിൽ പുറത്തേക്കുള്ള VPNs ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് പുറത്തേക്കുള്ള ഒരു സർവീസ് പ്രൊവൈഡറിലൂടെ ഈ ട്രേഡിംഗ് നടത്തുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത് ടാക്സ് നഷ്ടം, പിന്നെ നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം പുറത്തേക്കുള്ള രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ടും ചിലപ്പോൾ ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് വരെ യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രശ്നം അവിടെ കാണുന്നുണ്ട്. മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമ്മൾ ഇത് കമ്പൈൽ ചെയ്യണം. എന്ത് റെഗുലേഷൻസ്, പുതിയ റെഗുലേഷൻസ് കമ്പൈൽ ചെയ്യണം. അതെങ്ങനെ കമ്പൈൽ ചെയ്യും? നമ്മൾ വേൾഡിൽ ബെസ്റ്റ് ആയിട്ടുള്ള, ഇപ്പോൾ IMF പോലെയുള്ള രാജ്യങ്ങൾ,
IMF പോലെയുള്ള സംഘടനകൾ, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേൾഡിലെ ബെസ്റ്റ് പ്രാക്ടീസസുകളുമായി അലൈൻ ചെയ്തുകൊണ്ട് നമ്മളുടെ റെഗുലേഷൻ ഒന്ന് മോഡിഫൈ ചെയ്യണം എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഓക്കെ, സോ നമ്മൾ സെക്കൻഡ് ആർട്ടിക്കിളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, സെക്കൻഡ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ആൻ ഓപ്പൺ എഡിറ്റോറിയൽ. നെക്സ്റ്റ് പേജിലുള്ള ഒരു ഓപ്പൺ എഡിറ്റോറിയലാണ്. ആരുടെ മൗണ്ടെയിൻ ആണ് എന്നുള്ളൊരു തർക്കം ഇവിടെ നടക്കുന്നുണ്ട്. സോ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ആർട്ടിക്കിളാണ്. സോ ഈ ആർട്ടിക്കിൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നത് ഒരു മൗണ്ടനെ കുറിച്ചാണ്. മൗണ്ടൻ കഞ്ചൻജുങ്ക എന്ന് പറയും. സിക്കിമിലുള്ള ഒരു മൗണ്ടെയിൻ ആണ്. ഇതിനെ ചുറ്റിപ്പറ്റിയിട്ട് ഒരു നാഷണൽ പാർക്കും ഉണ്ട്. അതിന്റെ പേര് കഞ്ചൻജുങ്ക നാഷണൽ പാർക്ക് എന്നാണ്. സോ അവിടെ എന്താ പ്രശ്നം നടക്കുന്നത്? സോ ഈ അടുത്ത് ഒരു 5 എക്സ്പെഡിഷൻ ചെയ്യുന്നവർ, അതായത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിലുള്ള 5 പേര് നമ്മളുടെ ഈ കഞ്ചൻജുങ്ക എന്ന് പറയുന്ന മൗണ്ടെയിൻ കയറാനായിട്ട് ശ്രമിച്ചു. അതായത് അത് അക്കോർഡിംഗ് ടു ഇന്ത്യ ആ മൗണ്ടനുകൾ ഒരു ഓപ്പൺ ക്ലൈംബിങ്ങിന് വിധേയമാക്കുന്നതല്ല. അതായത് ആ മൗണ്ടനുകൾ ഇപ്പോൾ എവറസ്റ്റ് കീഴടക്കുന്നത് പോലെ ഒരാൾക്ക് ചെന്ന് കയറാനായിട്ട് സാധിക്കില്ല. മനസ്സിലായോ? അതിന് പ്രത്യേക പെർമിഷനുകൾ വേണം. കാരണം അത് ഒരു എത്തനിക് കമ്മ്യൂണിറ്റിയുടെ റിലീജിയസ് പ്രാക്ടീസുമായി റിലേറ്റഡ് ആണ്. സോ 1991 പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ട് പ്രകാരം ആ മൗണ്ടനിനെ ഒരു പെർട്ടിക്കുലർ റീജിയൻ ആയിട്ട് കണക്കാക്കി, അതായത് ഒരു സാക്രഡ് പ്ലേസ് ആയിട്ട് അതിനെ കണക്കാക്കിയിട്ടുണ്ട്. സോ അവിടെ മറ്റുള്ള ആക്ടിവിറ്റീസ് ഒന്നും അനുവദിക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ റിലേറ്റഡ് ആയിട്ട് പഠിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്ഥലം എവിടെയാണ്, ലൊക്കേഷൻ. സോ സിക്കിമിലെ ഒരു മൗണ്ടൻ ആണ് മൗണ്ടൻ കഞ്ചൻജുങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അതിനോട് ചുറ്റിപ്പറ്റി ഒരു നാഷണൽ പാർക്കും ഉണ്ട്. അതിന്റെ പേരാണ് കഞ്ചൻജുങ്ക നാഷണൽ പാർക്ക്. എക്കോളജിയിലെ 2 ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ ഇവിടെ പഠിച്ചു. അതിനുശേഷം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, എന്താണ് ന്യൂസ്? അവിടെ ഒരു 5 പേര് നേപ്പാൾ സൈഡിൽ നിന്ന് കയറാൻ സംഭവിച്ചു. അതായത് നേപ്പാളിലും ഇന്ത്യയിലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മൗണ്ടൻ ആണ് ഈ മൗണ്ടൻ കഞ്ചൻജുങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ത്യയിൽ നിന്ന് ഓപ്പൺ ആയിട്ട് ആ മൗണ്ടനിലേക്ക് എൻട്രി റിസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. സോ 5 മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിലുള്ള 5 എംപ്ലോയീസ് അവിടേക്ക് കയറാനായിട്ട് ശ്രമിച്ചു. സോ അത് ഒരു നാഷണൽ പ്രൈഡ് വെസസ് റിലീജിയസ് എന്ന് പറഞ്ഞ ഒരു ഡിബേറ്റ് ഫോം ചെയ്തിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ പ്രിലിംസിൽ നമ്മൾ എടുക്കേണ്ട ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇതിന്റെ ലൊക്കേഷൻ. പ്രിലിംസിന് ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണ്. ദെൻ ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ട്. സോ ഞാൻ കുറച്ചും കൂടി സ്പെസിഫൈ ചെയ്ത് പറയുന്നത് ഈ പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ടിന്റെ ഒരു ഹിസ്റ്ററിയെ കുറിച്ചാണ്. പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ട് 1991. സോ ഇതിന്റെ ഹിസ്റ്ററി എങ്ങനെയാണ്? സോ പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബാബരി മസ്ജിദ് ഡെമോളിഷന്റെ സമയത്ത് സോ ഒരു റൈറ്റ് ലൈക്ക് സിറ്റുവേഷൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. സോ ആ സമയത്ത് ആരായിരുന്നു പ്രധാനമന്ത്രി? നരസിംഹറാവു ആയിരുന്നു. കോൺഗ്രസ് ലെഡ് പ്രൈം മിനിസ്റ്റർ നരസിംഹറാവു ആയിരുന്നു ആ സമയത്ത് പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്ത് ഒരു പാർലമെന്റിൽ ഒരു ആക്ട് പുറപ്പെടുവിക്കുകയാണ്, പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ട്. ആ ആക്ടിൽ എന്താ പ്രത്യേകിച്ച് പറയുന്നത്? അതായത് 1947 അമ്പലമോ പള്ളിയോ എന്തും ആയിക്കോട്ടെ, അത് എങ്ങനെ നിലനിന്നിരുന്നോ, മനസ്സിലായോ? അത് എങ്ങനെ നിലനിന്നിരുന്നോ അതേപോലെ തുടർന്നും നിലനിൽക്കണം, എക്സെപ്റ്റ് ദ കേസ് ഓഫ് ബാബറി മസ്ജിദ്. ബാബറി മസ്ജിദ് ആ സമയത്ത് ഒരു പ്രശ്നമായിട്ടിരിക്കുന്ന അവസ്ഥയാണ്. സോ അതൊരു കേസ് കോർട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. സോ അതിന് മാത്രം എക്സെപ്ഷൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ രാജ്യത്തിന് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന നിയമമാണ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട്. സോ ആ ഒരു പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിന്റെ കീഴിലേക്ക് നമ്മളുടെ ഈ കഞ്ചൻജുങ്ക എന്ന് പറയുന്ന മൗണ്ടൻ 2001 ആഡ് ചെയ്തു. അവിടെ ഒരു ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ട് ഉള്ള ഒരു സാക്രഡ് പ്ലേസ് ആണെന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു മൗണ്ടൻ അവിടെ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. സോ അത് കാരണം അവിടെ ഓപ്പൺലി ക്ലൈംബ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. മനസ്സിലായോ? ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് അവിടേക്ക് പോകാനായിട്ടോ, അത് ഒരു എവറസ്റ്റ് കീഴടക്കുന്ന പോലെ ഒരു സാഹസികന് കയറാനായിട്ടോ ഇന്ത്യൻ സൈഡിൽ നിന്ന് പറ്റത്തില്ല. മനസ്സിലായോ? സോ അത് ഒരു ലൂപ്പ് ഹോൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ സൈഡിൽ നിന്ന് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് നേപ്പാൾ സൈഡിൽ നിന്ന് കയറാം എന്നൊരർത്ഥം കൂടിയുണ്ട്. മനസ്സിലായോ? സോ അങ്ങനെ ഒരു റിലീജിയസ്ലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് മറ്റുള്ള ഒരു രാജ്യത്തിൽ നിന്ന് കയറാനായിട്ട് സാധിക്കും എന്ന് പറയുമ്പോൾ അവിടെ ഒരു ലൂപ്പ് ഹോൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുമായി റിലേറ്റഡ് ആണ് ഈ സെക്കൻഡ് എഡിറ്റോറിയൽ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ദ തേർഡ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു സരിസ്ക ടൈഗർ റിസർവ്. മനസ്സിലായോ? സോ ഈ ന്യൂസ് ആസ് പെർട്ടിക്കുലർലി ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ
സരിസ്ക ടൈഗർ റിസർവിനെ കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ന്യൂസ് ഞാൻ ചൂസ് ചെയ്തത്. ഓക്കെ, സോ എക്കോളജി ആൻഡ് എൻവിറോൺമെന്റ് ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ നാഷണൽ പാർക്സ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് നാഷണൽ പാർക്സ് ഇൻ ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഫോറസ്റ്റ് സർവീസിന്റെ പ്രിലിമിനറി എക്സാമിനേഷനും കൂടി നമ്മളുടെ ഈ സിവിൽ സർവീസിന്റെ പ്രിലിംസിനോട് കൂടി ചേർന്ന് നടക്കുന്നത് കൊണ്ട് എക്കോളജി പാർട്ട് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ടൈഗർ റിസർവ്സ്, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നാഷണൽ പാർക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയയാണ്. സോ സരിസ്ക ടൈഗർ റിസർവ് എവിടെയാണ് സ്ഥിതി ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാനിലാണ്. മനസ്സിലായോ? രാജസ്ഥാനിലെ ആരവല്ലി ഹിൽസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ടൈഗർ റിസർവ് ആണ്. പെർട്ടിക്കുലർലി ഒരു നാഷണൽ പാർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈഗർ റിസർവ് കൂടിയാണ് സരിസ്ക ടൈഗർ റിസർവ് എന്ന് പറയുമ്പോൾ. സോ ഇങ്ങനെ ഒരു ന്യൂസ് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറ്റ്ലസ് ഓപ്പൺ ചെയ്യാം. അറ്റ്ലസ് ഓപ്പൺ ചെയ്തിട്ട് രാജസ്ഥാൻ പോവുക. പെർട്ടിക്കുലർലി നമുക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ ഗൂഗിൾ മാപ്പോ അല്ലെങ്കിൽ ആ റീജിയനുമായിട്ട് ഇപ്പോൾ സ്റ്റേറ്റ് സ്പെസിഫിക് മാപ്പ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ മറ്റുള്ള ഏതൊക്കെ നാഷണൽ പാർക്കുകളാണ് അല്ലെങ്കിൽ ടൈഗർ റിസർവുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളതെന്ന് നോക്കുക. മനസ്സിലായോ? മാപ്പിൽ അത് ഐഡന്റിഫൈ ചെയ്യുക. മനസ്സിലായോ? സോ അപ്പം നമുക്ക് ഒരു മൈൻഡ് മെമ്മറി അല്ലെങ്കിൽ ഒരു ഇമേജ് മെമ്മറി കൂടി നമ്മളുടെ മൈൻഡിലേക്ക് വരും. സോ നമ്മൾ ഇവിടെ പഠിച്ചൊരു കാര്യം സരിസ്ക ടൈഗർ റിസർവ് എവിടെയാണെന്നുള്ളതാണ്. സരിസ്ക ടൈഗർ റിസർവ് എന്ന് പറയുന്നത് രാജസ്ഥാനിലാണ്, ആരവല്ലി മൗണ്ടെയിനിന് കീഴിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു റിലേറ്റഡ് ഫാക്ട് കൂടിയുണ്ട്. ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഓർത്തതാണ്. ഈ ടൈഗർ റിസർവുമായി ബന്ധപ്പെട്ട് ഒരു ക്ഷേത്രം കൂടിയുണ്ട്. ആ ക്ഷേത്രം നമ്മളുടെ ദാരോ ഷിക്കോക്ക് ഉണ്ടല്ലോ, നമ്മളുടെ ഔറംഗസേബിന്റെ ബ്രദർ ആയിരുന്നത്. ഔറംഗസേബുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിൽ ഔറംഗസേബ് ഈ ദാരോ ഷിക്കോക്കിനെ തടവിൽ താമസിപ്പിച്ചു എന്ന് പറയുന്ന ഒരു സ്ഥലം ഈ ആരവല്ലി ഹിൽസിലെ സരിസ്ക ടൈഗർ റിസർവിനടുത്താണ്. ഓക്കെ, ഇങ്ങനെയുള്ള 3 ഫാക്ടർ, ഇപ്പോൾ നമ്മൾ സരിസ്ക ടൈഗർ റിസർവ് എന്നൊരു പേര് കേൾക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു 3 ഫാക്ടർ നമ്മൾ പഠിച്ചു. ഓക്കെ, സോ നമുക്ക് ഇതുമായി റിലേറ്റഡ് ആയിട്ട് ഈ നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ടൈഗർ റിസർവുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ മറ്റ് ഇമ്പോർട്ടൻറ്റ് സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സോ ഇതാണ് രാജസ്ഥാന്റെ ഒരു മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ സരിസ്ക ടൈഗർ റിസർവ് ഇവിടെ കിടക്കുന്നു, സരിസ്ക നാഷണൽ പാർക്ക്. സോ മേജർ നാഷണൽ പാർക്കുകൾ ഏതാണ് അല്ലെങ്കിൽ ടൈഗർ റിസർവുകൾ ഏതാണ്? കൊയിലാഡിയോ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് നാഷണൽ പാർക്കാണ്, മറക്കരുത്. മനസ്സിലായോ? ഇപ്പോൾ ഒരു ഫസ്റ്റ് ടൈം ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ന്യൂ ബിഗിനർ അല്ലെങ്കിൽ പുതുതായിട്ട് പ്രിപ്പറേഷൻ തുടങ്ങുന്ന ഒരാൾക്ക് ഇതെല്ലാം എഴുതി വെക്കുക. സരിസ്ക ടൈഗർ റിസർവ്, കൊയിലാഡിയോ നാഷണൽ പാർക്ക്. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രന്തൻബോർ നാഷണൽ പാർക്ക്. ഈ 3 നാഷണൽ പാർക്കുകളും ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായോ? കൊയിലാഡിയോ നാഷണൽ പാർക്ക് റിലേറ്റഡ് ആയിട്ട് ഒരു റാംസർ സൈറ്റ് കൂടിയുണ്ട്. അവിടെ ഒരു ആർട്ടിഫിഷ്യൽ ലേക്ക് ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ആ ഒരു കാര്യം, അതുമായി റിലേറ്റഡ് ആയിട്ട് ഒരു ടെമ്പിൾ കൂടിയുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് നോട്ട് ചെയ്യാം. മനസ്സിലായോ? സോ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം, ഈ ന്യൂസ് അനാലിസിസ് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇന്ന് ചെയ്യേണ്ട കാര്യം രാജസ്ഥാൻ റിലേറ്റഡ് ആയിട്ടുള്ള നാഷണൽ പാർക്കുകൾ ഏതാണെന്ന് കണ്ടെത്തുക. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കണക്റ്റഡ് ഫാക്ട്സ് നിങ്ങൾ നോക്കുക. മനസ്സിലായോ? സോ 3 നാഷണൽ പാർക്കുകൾ, ഇപ്പോൾ സരിസ്കനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കൊയിലാഡിയോ നാഷണൽ പാർക്സുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് ഫാക്ട്സ് എന്താണെന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്യുക. മനസ്സിലായോ? രന്തൻബോർ റിലേറ്റഡ്, രന്തൻബോർ നാഷണൽ പാർക്ക് എന്താണ് പ്രത്യേകത, അവിടെ എന്താണ്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ അനിമൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണോ അവിടെ ഉള്ളത്? കൊയിലാഡിയോ നാഷണൽ പാർക്കിന്റെ പ്രത്യേകത എന്താണ്? ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക, കൊയിലാഡിയോ നാഷണൽ പാർക്ക് UPSC, രന്തൻബോർ നാഷണൽ പാർക്ക് UPSC. ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനെക്കുറിച്ച് 2 പോയിന്റുകൾ നമ്മൾ വായിക്കുക. മനസ്സിലായോ? ഇന്ത്യയിൽ 100-120ഓളം നാഷണൽ പാർക്കുകൾ ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് എല്ലാ നാഷണൽ പാർക്കുകളും ഞാൻ ഇന്ന് മനപ്പാടാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായി പോകും. മനസ്സിലായോ? അപ്പോൾ ന്യൂസിൽ കാണുന്ന നാഷണൽ പാർക്കിനെ കുറിച്ച് കാണുമ്പോൾ അല്ലെങ്കിൽ ടൈഗർ റിസർവിനെ കുറിച്ച് കാണുമ്പോൾ നമ്മൾ അത് ജസ്റ്റ് ഒന്ന് മാപ്പിൽ പോവുക. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 2 ന്യൂസ് അല്ലെങ്കിൽ 2 പെർട്ടിക്കുലർ പോയിന്റുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മെമ്മറിയിലേക്ക് കയറ്റി വെക്കുക. അപ്പോൾ പ്രിലിംസിന്റെ ടൈം ആകുമ്പോഴേക്കും നമ്മൾ ഒരുപാട് നാഷണൽ പാർക്കുകളും ഒരുപാട് ടൈഗർ റിസർവുമായിട്ട് ഫെമിലിയർ ആയിട്ടുണ്ടാവും. ഈ ഫെമിലിയാരിറ്റി മതി നമുക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ. ഓക്കെ, സോ ഇതാണ് മറ്റൊരു ന്യൂസ് ആയിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അനദർ ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. സോ എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. അതിനുശേഷം
ഇതെങ്ങനെയാണ് നിലവിൽ വന്നത്, അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള അമെൻഡ്മെന്റ് എന്താണ്, പിന്നെ പെർട്ടിക്കുലർലി ഇതുമായി അറിഞ്ഞിരിക്കേണ്ട ബാക്കിയുള്ള വസ്തുതകൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഈ പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ന്യൂസ് സ്പെസിഫിക് ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, GST ഇപ്പോൾ വളരെ നന്നായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് GST ഇംപ്ലിമെന്റ് ചെയ്തത് മുതൽ അതിന്റെ ഒരു ടാക്സ് കളക്ഷൻ എന്ന് പറയുന്നത് വളരെ പ്രോഗ്രസീവ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര നന്നായിട്ടാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് ചില വർഷങ്ങളിൽ അതൊന്ന് ഡിം ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ കോവിഡ് ഇയേഴ്സ് ആണെങ്കിലും. എന്നാലും അതൊരു പെൻഡപ്പ് ഡിമാൻഡ് ആയിട്ട് അതിനുശേഷം വരികയും അത് അതിനുശേഷം വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു പോകുന്ന ഒരു ടാക്സ് സിസ്റ്റമാണ് ഈ GST എന്ന് പറയുന്നത്. സോ GST എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് എങ്ങനെയൊക്കെ GSTs ആപ്ലിക്കബിൾ ആണ്, എങ്ങനെയാണ് അത് വരുന്നത്, പിന്നെ അത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തത്, അതിന്റെ ഹിസ്റ്ററി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ GSTയുടെ ഒരു ബേസിക് ഡെഫിനേഷൻ ആണ് GST ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്. സോ എന്താണ് ഈ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇപ്പോൾ ഒരു മാഗി നൂഡിൽസ് എന്ന് പറയുന്ന ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശിലാണെന്ന് വിചാരിക്കുക. അത് അവിടെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതുണ്ടോ, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ടാക്സ് സ്റ്റേറ്റ് ഗവൺമെന്റിന് പെർട്ടിക്കുലർലി കൊടുക്കേണ്ടതുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. പക്ഷേ GST നമ്മൾ അവിടെ കൊടുക്കേണ്ടതില്ല. ഇറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനല്ല, ഡെസ്റ്റിനേഷനിലാണ് ഇതിന്റെ ടാക്സ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്ന് പറയുന്നത്. ദെൻ ഇത് എന്തിനൊക്കെ ആപ്ലിക്കബിൾ ആണ്? ദ ലിസ്റ്റ് ഓഫ് ഒരുപാട് കാര്യങ്ങളുണ്ട്. എക്സെപ്റ്റ്, എന്താണ് എക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്? കേരളത്തിൽ ഇടക്കിടക്ക് ചർച്ച ആവാറുള്ള ഒരു കാര്യമാണ്. എന്താണ്? ഫ്യുവൽ, പെട്രോൾ. ഫ്യുവൽ പെർട്ടിക്കുലർലി എക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ടോ? പെർട്ടിക്കുലർലി എക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുന്നില്ല. പക്ഷേ GST കൗൺസില് ഫ്യുവലിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഒരു സാധനം മാത്രമാണ് പെർട്ടിക്കുലർലി എക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ലിക്വർ ഫോർ ദ കൺസപ്ഷൻ ഓഫ് ഹ്യൂമൻസ്, അതായത് മനുഷ്യന് കുടിക്കുവാനായിട്ടുള്ള മദ്യത്തെ മാത്രമാണ് ഈ ഒരു ടാക്സിന്റെ പരിധിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത്. മനസ്സിലായോ? സോ GST എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, GST ഒരു 4 സ്ലാബിലുള്ള ഒരു ടാക്സ് സിസ്റ്റമാണ്. സോ പെർട്ടിക്കുലർലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ട ഗുഡ്സുകളെ നമ്മൾ ചെറിയ ടാക്സേഷൻ 5% ടാക്സേഷൻ ലിമിറ്റിൽ കൊടുത്താൽ മതി. എന്നാൽ ലക്ഷറി ഗുഡ്സ് വന്നു കഴിയുമ്പോൾ അതിന് 28% GST അടക്കമുള്ള കാര്യങ്ങൾ വരും. അങ്ങനെ ഒരു 4 സ്ലാബിലുള്ള ഒരു ടാക്സ് സിസ്റ്റമാണ് ഈ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, GST ഒരു പ്രോഗ്രസീവ് ടാക്സ് ആണോ അല്ലെങ്കിൽ ഒരു റിഗ്രസീവ് ടാക്സ് ആണോ? പ്രോഗ്രസീവ് ഓർ റിഗ്രസീവ്? സോ എന്താണ് പ്രോഗ്രസീവ് ടാക്സും എന്താണ് റിഗ്രസീവ് ടാക്സും? പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വാക്കുകളാണ് പ്രോഗ്രസീവ് ആൻഡ് റിഗ്രസീവ് ടാക്സേഷൻ. പ്രോഗ്രസീവ് ടാക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം കൂടുതലുള്ളവർ അതിനനുസരിച്ച് ടാക്സ് കൊടുക്കണം. മനസ്സിലായോ? ഇപ്പോൾ 20 ലക്ഷം രൂപയുള്ള ഒരാൾ 20 ലക്ഷം രൂപയ്ക്ക് സമാനമായിട്ടുള്ള ടാക്സ് ആണ് കൊടുക്കുന്നത്. അതായത് 20 ലക്ഷം രൂപയുടെ 5% അല്ലെങ്കിൽ 10% ആയിരിക്കും അവർ ഇൻകം ടാക്സ് ആയിട്ട് പേ ചെയ്യുന്നത്. അപ്പോൾ 2 ലക്ഷം രൂപയുള്ള ഒരാളാണെങ്കിലോ അയാൾ ഇൻകം ടാക്സിന്റെ പരിധിയിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. മനസ്സിലായോ? 2 ലക്ഷം രൂപ ഉള്ള ഒരാൾക്ക് ഇൻകം ടാക്സ് കൊടുക്കേണ്ടതില്ല. 20 ലക്ഷം രൂപയുള്ള ആൾക്ക് അതിന്റെ ബേസിസിൽ എത്രയാണോ പെർസെൻറ്റേജ് അതിന്റെ ബേസിസിൽ ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. സോ ഇൻകത്തിന്റെ ബേസിസിൽ അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യുന്നതിന്റെ ബേസിസിൽ കൊടുക്കുന്നതിനെയാണ്, ടാക്സ് കൊടുക്കുന്നതിനെയാണ് പ്രോഗ്രസീവ് ടാക്സേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ റിഗ്രസീവ് ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ GSTയുടെ കാര്യത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കി. GST ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്ത് ചിന്തിച്ചു നോക്കി. ഇപ്പോൾ 20 ലക്ഷം രൂപയുള്ള ഒരാൾ ഒരു മാഗി നൂഡിൽസ് വാങ്ങിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് വാങ്ങിക്കുകയാണ്. സോ അയാൾ സെയിം ടാക്സ് തന്നെയാണ് ഗവൺമെന്റിന് അടയ്ക്കേണ്ടത്. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ഒരു മാഗി നൂഡിൽസ് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് വാങ്ങിക്കുമ്പോൾ അതിൽ ഇൻക്ലൂസീവ് MRP എന്ന് പറയുമ്പോൾ അതിൽ ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. സോ അതിൽ GSTയും ഇൻക്ലൂഡഡ് ആണ്. മനസ്സിലായോ? സോ ആ GST ഒരു സാധാരണക്കാരനും, അതായത് ഒരു 20 ലക്ഷം രൂപയുള്ള ഒരാളും അല്ലെങ്കിൽ ഒരു 50 കോടി വരുമാനമുള്ള ഒരാളും ഒരു 2 ലക്ഷം രൂപയുള്ള വരുമാനമുള്ള ഒരാളും ഈക്വലി ആണ് പേ ചെയ്യുന്നത്. സോ അതൊരു പ്രോഗ്രസീവ് ടാക്സ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പകരം റിഗ്രസീവ് ടാക്സ് എന്ന് പറയും. മനസ്സിലായി? ഇതാണ് ഈ പ്രോഗ്രസീവ് ആൻഡ് റിഗ്രസീവിന്റെ ബേസിസ്. സോ GST ഒരു റിഗ്രസീവ് ടാക്സ് ആണ്. അത് മനസ്സിലാക്കുക. സോ ടാക്സുകളെ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഞാനത് ആദ്യം പറയേണ്ടതായിരുന്നു, ഞാനത് വിട്ടുപോയി. സോ ടാക്സുകളെ നമ്മൾ 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്.
ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. അതെന്താണ് അങ്ങനെ ഡിഫൈൻ ചെയ്യാനുള്ള കാര്യം? ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ലയബിലിറ്റി ആരിലാണോ ചുമത്തിയിരിക്കുന്നത്, മനസ്സിലായോ? ഇപ്പോൾ ഇൻകം ടാക്സ് ആണ് ഡയറക്റ്റ് ടാക്സിന്റെ ഒരു എക്സാമ്പിൾ. സോ ഇൻകം ടാക്സ്, എനിക്ക് ഇൻകം ഉണ്ടെങ്കിൽ ഞാനാണ് ആ ടാക്സ് പേ ചെയ്യേണ്ടത്, മനസ്സിലായോ? അങ്ങനെയുള്ള ടാക്സുകളെയാണ് ഡയറക്റ്റ് ടാക്സുകൾ എന്ന് പറയുന്നത്. ബേസിക് അവയർനെസ് ആണ്, മനസ്സിലായോ? നമ്മുടെ NCERT വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ കിട്ടാവുന്ന ഒരു അവയർനെസ് ആണ് ഡയറക്റ്റ് ടാക്സ് എന്താണ്, ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്നുള്ളത്. സോ ഇൻഡയറക്റ്റ് ടാക്സ് എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സ് എന്താണ്? ആരിലാണോ നികുതി ചുമത്തിയിരിക്കുന്നത്, മനസ്സിലായോ? ഇൻഡയറക്റ്റ് ടാക്സ് പക്ഷേ ടാക്സ് ലയബിലിറ്റി മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും, മനസ്സിലായോ? ഇപ്പോൾ മാഗി നൂഡിൽസ് ഉണ്ടാക്കുന്ന കമ്പനി ആദ്യം GST പേ ചെയ്യും, മനസ്സിലായോ? പക്ഷേ ആ ടാക്സ് ലയബിലിറ്റി കൺസ്യൂമറിലേക്ക് കൊടുക്കും, മനസ്സിലായോ? അവസാനം ഈ GST പേ ചെയ്യേണ്ടത് ആരാണ്? കൺസ്യൂമറാണ്. സോ ടാക്സ് ചുമത്തുന്നത് ഒരാളില്, ടാക്സ് പേ ചെയ്യുന്ന ടാക്സിന്റെ ലയബിലിറ്റി വരുന്നത് മറ്റൊരാളില്. അതിനെയാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. സോ GST ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്, മനസ്സിലായല്ലോ? സോ GST ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. GST ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. GST ഒരു റിഗ്രസീവ് ടാക്സ് ആണ്. 3 കാര്യങ്ങൾ GST ആയിട്ട് പഠിച്ചല്ലോ. അപ്പൊ നമ്മൾ ആലോചിക്കുക, നാളെയും ഈ ന്യൂസ് റിലേറ്റഡ് ആയിട്ട് ഒരു ആർട്ടിക്കിൾ വരും. സോ നാളെ ഈ ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ GSTയുടെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കണം? ഓ, GST ഒരു റിഗ്രസീവ് ടാക്സേഷൻ ആണ്, ഒരു ഇൻഡയറക്റ്റീവ് ടാക്സ് ആണ്, ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. ഇതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളൊരു ന്യൂസ് വായിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് അതിലൊരു നോളജ് ഉണ്ടാക്കണമെന്നില്ല, അല്ലെങ്കിൽ ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള ആരും കണ്ടുപിടിക്കാത്ത ഒരു ഇൻഫർമേഷൻ തെരഞ്ഞു പോകണ്ട. അത് നമ്മളുടെ പ്രിപ്പറേഷൻ ടൈമിൽ നമുക്ക് കിട്ടിക്കോളും അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ. പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണത്, എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്, ഇപ്പൊ എക്കോണമിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണെങ്കിൽ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, എക്കോണമിയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കുക. ക്ലാരിറ്റി ആണ് പ്രിലിംസ് ക്ലിയർ ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, മനസ്സിലായോ? ഓക്കെ, സോ GSTനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. GST എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? സോ GST എന്തിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പല സ്റ്റേറ്റുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും പല ടാക്സ് സിസ്റ്റങ്ങളായിരുന്നു മുന്നേ. അതായത് ചില സ്റ്റേറ്റുകളിൽ ടാക്സ് കുറവായിരിക്കും, ചില സ്റ്റേറ്റുകളിൽ ടാക്സ് കൂടുതലായിരിക്കും. അപ്പോൾ ഒരു എന്റർപ്രണറിനെ സംബന്ധിച്ചിടത്തോളം ഏത് ടാക്സ് കുറവുള്ള സ്ഥലത്ത് വർക്ക് ചെയ്യാനായിട്ടായിരിക്കുമല്ലോ പുള്ളിക്കാരനെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതൊരു റീജിയണൽ ഡിസ്പാരിറ്റി ക്രിയേറ്റ് ചെയ്യും, മനസ്സിലായോ? സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു യൂണിഫോമിറ്റി, ടാക്സ് റിഫോമിന്റെ കാര്യത്തിൽ ഒരു യൂണിഫോമിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് GST എന്ന് പറയുന്ന ടാക്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ 2000 മുതൽ നമ്മൾ ചർച്ച ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് ഈ GST ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളത്. സോ 2017 ആയപ്പോഴേക്കും നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്തു. സോ 17 വർഷം നമ്മൾ പുറകിലായിരുന്നു, മനസ്സിലായോ? സോ എങ്ങനെയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തത്? സോ പൊളിറ്റി റിലേറ്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 101 അമെൻഡ്മെന്റ് പ്രകാരം, സോ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്തുകൊണ്ട് 101-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നമ്മൾ ഒരു പുതിയ ആർട്ടിക്കിൾ ഭരണഘടനയിൽ എഴുതി ചേർക്കുകയാണ്. സോ ആ അമെൻഡ്മെന്റ് പ്രകാരമാണ് GST എന്ന് പറയുന്നത് നിലവിൽ വരുന്നത്. സോ 2017 ഏപ്രിൽ 1-ാം തീയതി മുതലാണ് GST ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത്, മനസ്സിലായോ? സോ ഇതാണ് GST റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ്. സോ മെയിൻസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് GST ഇംപ്ലിമെന്റ് ചെയ്യുക? സോ GSTയിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യിക്കാനായിട്ടുണ്ട്. അതെങ്ങനെയാണ്, അതെന്തൊക്കെയാണ്? ലൈക്ക് GSTയിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഫ്യൂവൽ ആൻഡ് പെട്രോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? GSTയെ ഇതുപോലെ മതിയോ? GST റിഫോംസ് നമുക്ക് വേണോ? അത് ഒരു ഇമ്പോർട്ടൻറ്റ് പെർസ്പെക്റ്റീവ് ആണ്. ഹൗ ദ GST ക്യാൻ ബി റെവല്യൂഷനൈസ്ഡ് അല്ലെങ്കിൽ റിഫോംഡ്. അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യും? സോ അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താണ് GST എന്നുള്ളത് നോക്കുക. GST ഇപ്പോൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? സോ GST വളരെ നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുകയാണെങ്കിൽ 28% ഓഫ് ദ GDP ടാക്സ് കളക്ഷന്റെ 28% വരുന്നത് ഈ GSTയിൽ നിന്നാണ്, മനസ്സിലായോ? സോ ടാക്സ് കളക്ഷൻ മൊത്തം, അതായത് ഇൻഡയറക്റ്റ് ടാക്സും ഡയറക്റ്റ് ടാക്സും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 50% ഓഫ് ദ റവന്യൂ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമായിട്ട് മാറും, മനസ്സിലായോ? സോ
അങ്ങനെ നോക്കുമ്പോൾ GST അതിഗംഭീരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചില കാര്യങ്ങൾ ഇനിയും ഇൻക്രീസ് ചെയ്യാനായിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ പോയിന്റുകൾ? ഒന്ന്, നമ്മൾ ഫുള്ളി ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ടാക്സ് കൊടുക്കുന്നില്ല. അതായത് പെട്രോളിന് നമ്മൾ വില കുറയ്ക്കുക, പെട്രോളിന് ഇതിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്, ലിക്വറിന് നമ്മളെ മാറ്റി നിർത്തുകയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുണ്ടെങ്കിലും മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ക്ലൂഷൻസ് ഉണ്ട്. ഒന്നാമത്തെ പോയിന്റ് എക്സ്ക്ലൂഷൻസ് ഉണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്ത് വരും? ലൈക്ക് GST എന്ന് പറയുന്ന ഒരു ടാക്സ് ഉണ്ടെങ്കിലും ടാക്സ് ഓൺ ടാക്സ് എന്ന് പറയുന്ന ചില കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ട് ചില ടാക്സുകൾ വരുന്നു, അല്ലെങ്കിൽ എന്റർപ്രണേഴ്സ് റിലേറ്റഡ് ആയിട്ട് വേറെ ചില ടാക്സുകൾ വരുന്നു. അങ്ങനെ ഒരു എന്റർപ്രണറിന് ഒരു ഒറ്റ ടാക്സ് എന്നുള്ള ഒരു രീതിയിലേക്ക് വരുമ്പോഴും അതിന്റെ ഉള്ളിൽ പല ടാക്സുകൾ, സെസ്സുകൾ, അങ്ങനെ സർചാർജുകൾ, അങ്ങനെ പല പല കാര്യങ്ങൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇൻക്ലൂഡ് ചെയ്യപ്പെടുകയാണ്. പിന്നെ വേറൊരു ആസ്പെക്ട്സ് ഈസ് റിലേറ്റഡ് ടു ദ എക്കോണമി. സോ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ലക്ഷറി വണ്ടികൾക്ക് വില കൂടുതലാണ്, ഭയങ്കര വില കൂടുതലാണ്. സോ ആ ഒരു കാര്യം കൂടി നമുക്ക് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യിക്കാം. സോ വെൻ യു കം ടു ദ മെയിൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മളുടെ തോട്ട് പ്രോസസ്സ് പോകണം. മനസ്സിലായോ? സോ ഒരു ലക്ഷറി കാറ് വാങ്ങിക്കാനായിട്ട് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു കോടി രൂപയുടെ അല്ലെങ്കിൽ 2 കോടി രൂപയുടെ ഒരു ബെൻസ് വാങ്ങണം എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു ഓഡി കാർ വാങ്ങണം എന്ന് വിചാരിച്ചു. സോ അയാള് അതിന്റെ ആക്ച്വൽ പ്രൈസിന്റെ 50% ടാക്സ് ആയിട്ട് കൊടുക്കണം ഇന്ത്യയിൽ. മനസ്സിലായോ? സോ 2 കോടിക്ക് ഒരാൾ ഒരു ബെൻസ് വാങ്ങുന്നുണ്ടെങ്കിൽ അത് പുറം രാജ്യത്ത് വരുമ്പോൾ ചിലപ്പോൾ 1,20,00,000 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? എല്ലാം റോഡ് ടാക്സ് അടയ്ക്കണം, GST അടയ്ക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് പൈസ കൊടുക്കണം. മനസ്സിലായോ? 28% GST വരും. GST തന്നെ ലക്ഷറി ആവുമ്പോൾ 28% വരും. അതിന്റെ കൂടെ ലക്ഷറി ടാക്സ് പ്ലസ് റോഡ് ടാക്സ്, അങ്ങനെയുള്ള ഒരുപാട് ടാക്സുകൾ വന്നിട്ട് 50% എത്തുകയാണ്. ഒരു വണ്ടിയുടെ 50% വില മാത്രം നമ്മൾ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ട അവസ്ഥ വരുന്നു. സോ അങ്ങനെയുള്ള റിഫോർമേറ്റീവ് കാര്യങ്ങൾ ഇതിൽ വരുത്തേണ്ടതുണ്ട്. മനസ്സിലായോ? ഇങ്ങനെയുള്ള ലക്ഷൂറിയസ് ഗുഡ്സ് വരുമ്പോൾ അതിനനുസരിച്ചുള്ള ടാക്സ് സിസ്റ്റം, ഒരു പ്രോഗ്രസീവ് ടാക്സ് സിസ്റ്റം നമ്മൾ അതിന് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട്. സോ അങ്ങനെയുള്ള റിഫോമുകൾ നമ്മൾ ഇതിൽ നടത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതാണ് GST റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആർട്ടിക്കിളിലേക്ക് പോവുകയാണ്. സോ ഇതും എക്കോണമി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ഇന്നത്തെ ന്യൂസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. സോ ഇതെന്താണ് ഞാൻ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കൺസെപ്റ്റുകൾ, എക്കോണമിക് കൺസെപ്റ്റുകൾ നമ്മൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ബാക്കി 2ഉം 3ഉം ഒക്കെ നമുക്ക് ഒരു മെമ്മറിയിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന കൺസെപ്റ്റുകളാണ്. സോ എക്കോണമിക് റിലേറ്റഡ് ആയിട്ട് GDP കുറിച്ച് നമ്മൾ പറയുമ്പോൾ ചില ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റുകൾ നമ്മൾ ഈ ആർട്ടിക്കിളിൽ നമ്മൾ പറയേണ്ടതുണ്ട്. സോ അതാണ് ഇത്തിരി ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ടാണ് ഞാനത് ലാസ്റ്റിലേക്ക് നീക്കി വെച്ചത്. ഓക്കെ, സോ ഈ ന്യൂസിന്റെ പെർട്ടിക്കുലർ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂസ് ഈസ് റിലേറ്റഡ് ടു ഇന്ത്യസ് 4th ലാർജസ്റ്റ് ഇന്ത്യൻ GDP ജപ്പാനെ കടത്തിവെട്ടിയിട്ട് 4th ലാർജസ്റ്റ് എക്കോണമി ആയിട്ട് മാറുകയാണ് GDPയുടെ കേസസിൽ. സോ 4th ലാർജസ്റ്റ് എക്കോണമി ആയി മാറുമ്പോഴും പല പ്രശ്നങ്ങൾ അവിടെ നിഴലിച്ച് നിൽക്കുന്നുണ്ട്. ഇന്ത്യ ഏറ്റവും വലിയ 4ാമത്തെ എക്കോണമി ആയിട്ട് ലോകത്തിൽ മാറുമ്പോൾ അവിടുത്തെ രാജ്യത്തിലെ ജനങ്ങൾക്ക് അത് റെപ്ലിക്കേറ്റ് ചെയ്ത് കൊടുക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു താഴെത്തട്ടിലേക്ക് അതിന്റെ ഗുണം പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് ഈ ആർട്ടിക്കിളിൽ സംശയത്തോടെ ചോദിച്ചിരിക്കുന്നത്. സോ അതാണ് ഈ ഒരു ആർട്ടിക്കിളിന്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമുക്ക് പഠിക്കേണ്ടത് എന്താണ് GDP എന്നുള്ളതാണ്, എങ്ങനെയാണ് GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് GDP? GDP ഈസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഒരു രാജ്യത്ത് മൊത്തമായി ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് GDP എന്ന് പറയുന്നത്. ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ആകെ തുകയെയാണ് GDP എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു രാജ്യത്ത് ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ. സോ ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്, ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ പുറത്തു നിന്നുള്ള ആളുകൾ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും. അവരെല്ലാം കൂടി ഒരു ഇയറിൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകളുടെ ആകെത്തുകയാണ് GDP എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതിൽ ഇന്ത്യൻ റെസിഡൻസ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. ഇന്ത്യൻ റെസിഡൻസ് അല്ലാതെ പുറത്തു നിന്ന് ഇന്ത്യയിലേക്ക് വന്ന് ജോലി ചെയ്യുന്നവരുണ്ടാവുമല്ലോ. സോ റെസിഡന്റ് അല്ലാത്ത, ഇന്ത്യൻ നാഷണൽസ് അല്ലാത്ത, അവർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്ട്സുകൾ കൂടി ഉണ്ടാവും. സോ ഫോറിൻ നാഷണൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഇന്ത്യൻ നാഷണൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഉണ്ട്.
ഓക്കെ, അതിനെയാണ് GDP എന്ന് പറയുന്നത്. സോ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്താണ്? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് ആരൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് മാത്രമേ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. GNP എന്ന് പറയുമ്പോൾ എന്ത് പറ്റും? GNP എന്ന് പറയുമ്പോൾ നമ്മളുടെ രാജ്യത്തെ റെസിഡൻസ് അല്ലെങ്കിൽ രാജ്യത്തെ നാഷണൽ ആയിട്ടുള്ള ആളുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മാത്രമേ കണക്കാക്കുകയുള്ളൂ. അപ്പൊ രണ്ട് കേസസുകൾ വരാം. അതായത് പുറത്തുള്ള ഒരു രാജ്യത്തെ ഒരു പൗരൻ ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ടാവാം, അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവാം. സോ അത് ഇതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യണം. അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു പൗരൻ പുറത്തു പോയി പണിയെടുക്കുന്നുണ്ടാവില്ലേ? ഇപ്പൊ നമ്മളുടെ ബ്രദേഴ്സ് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ആരെങ്കിലും പുറത്ത് ജോലി ചെയ്യുന്നുണ്ടാവും, മനസ്സിലായോ? അല്ലെങ്കിൽ പുറത്തൊരു പ്രൊഡക്ഷൻ നടത്തുന്നുണ്ടാവും. സോ ആ പ്രൊഡക്ഷന്റെ വാല്യൂ എത്രയാണോ അതും കൂടി ആഡ് ചെയ്യണം. ആ ആഡ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് നെറ്റ് ഫാക്ടർ. നെറ്റ് ഫാക്ടർ ഇൻകം. സോ ഫാക്ടർ ഇൻകം എന്താണ്? ഫാക്ടർ ഇൻകം ആണ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം ഫാക്ടർ ഇൻകം എന്താണെന്നുള്ളത്. അതായത് ഇന്ത്യയിൽ ഒരുപാട് പേര് പുറത്തു നിന്ന് വന്ന് ജോലി ചെയ്യുന്നവരുണ്ടാവും. അവര് ഇന്ത്യൻ നാഷണൽസ് അല്ല. സോ അവരുടെ ജോലിയുടെ ആകെത്തുക, അത് അവർ പ്രൊഡ്യൂസ് ചെയ്തത് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യണം. അതേപോലെ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയിട്ട് ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ടാവും. അവർ പ്രൊഡ്യൂസ് ചെയ്തത് നമ്മളുടെ ഇതിലേക്ക് GDP-യിലേക്ക് ആഡ് ചെയ്യണം. സോ അങ്ങനെ ആഡ് ചെയ്യുന്നതിനെയാണ്, അങ്ങനെ വരുന്ന ഇൻകത്തെയാണ് ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത്. ഫാക്ടർ ഇൻകം നെറ്റ് ആകുമ്പോൾ ഇത് തമ്മിൽ മൈനസ് ചെയ്യും. അതായത് പുറത്തുനിന്നുള്ള ആളുകളെ നമ്മളുടെ GDP-യിലേക്ക് ആഡ് ചെയ്യുകയും ഇവിടെ നിന്നുള്ള ഫോറിൻ നാഷണൽസിന്റെ ഇൻകം അതിൽ നിന്ന് ഡിഡക്ട് ചെയ്യുകയും ചെയ്യും. സോ ഇതിനെയാണ് നെറ്റ് ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത്. സോ അത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ GDP-യിലേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് GNP എന്ന് പറയുന്നത്, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഓക്കെ, സോ GDP എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് മനസ്സിലായി. GDP എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ആകെ പ്രൊഡക്റ്റുകളുടെ മൊത്തമായിട്ടുള്ള കാൽക്കുലേഷൻ ആണ് GDP എന്ന് പറയുന്നത്. സോ ഇന്ത്യൻ GDP എന്തിനെ കവച്ചു വെക്കുകയാണ്? നമ്മളുടെ ജപ്പാനെ ഓവർടേക്ക് ചെയ്യുകയാണ്. ജപ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെവലപ്ഡ് കൺട്രീസ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് നിലനിർത്താൻ പറ്റുന്ന ഒരു കൺട്രിയാണ്. സോ അങ്ങനെ ഇത് ജപ്പാനെ കവച്ചു വെച്ച് കഴിയുമ്പോൾ നമ്മൾ ജപ്പാനേക്കാൾ വലിയൊരു രാജ്യമായിട്ട് മാറുക, അല്ലെങ്കിൽ ജപ്പാനേക്കാൾ മികച്ച ഒരു അടിസ്ഥാന സൗകര്യങ്ങളുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസ് ഉള്ള അങ്ങനെ ഒരു കൺട്രി ആയിട്ട് മാറി. അതിനുത്തരം ഇല്ല എന്നാണ്. കാരണം എന്താണ്? ഈ GDP എന്നത് ഒരു എക്കോണമിക് പ്രോഗ്രസിന്റെ, അതായത് എക്കോണമിക് പ്രോഗ്രസിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ്. പക്ഷേ എക്കോണമിക് ഡെവല്യൂഷന്റെ, അതായത് ഒരു സുസ്ഥിരമായ ഒരു വികസനത്തിന്റെ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരുകളിലേക്ക് ഇതിന്റെ എഫക്റ്റ് എത്തി എന്നതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ അല്ല. അതിന് ഇംപ്ലിക്കേഷൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഹെൽത്ത് നോക്കും, പിന്നെ എഡ്യൂക്കേഷൻ നോക്കും, പോവർട്ടി നോക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇത് സാധാരണക്കാരിലേക്ക് എത്തിയോ എന്ന് നോക്കുന്നത്. അതിന് മറ്റൊരു പേരും കൂടി പറയും, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. മനസ്സിലായോ? സോ നമ്മൾ GDP-യിൽ 4th ലാർജസ്റ്റ് കൺട്രി ആകുമ്പോൾ നമ്മളൊരു ബിഗർ മാർക്കറ്റ് ആയെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. പക്ഷേ ഇവിടുത്തെ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങൾ പോലും ഏറ്റവും സന്തുഷ്ടരായിട്ടാണ് ജീവിക്കുന്നത് എന്നൊരു ഇംപ്ലിക്കേഷൻ GDP-യിലില്ല. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഈ ഒരു ആർട്ടിക്കിളിൽ ജപ്പാന്റെ GDP-യും ജപ്പാന്റെ പെർ ക്യാപിറ്റ GDP-യും ഇന്ത്യയുടെ പെർ ക്യാപിറ്റ GDP-യും തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ട്. പെർ ക്യാപിറ്റ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രതിശീർഷ വാർഷിക പ്രതിശീർഷ വാർഷികമായിട്ടുള്ള GDP-നെയാണ് പെർ ക്യാപിറ്റ GDP എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ടോട്ടൽ GDP-യെ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതായത് ഒരാൾക്ക് എത്ര രൂപ അല്ലെങ്കിൽ ഒരാൾക്ക് എത്ര ശതമാനം എന്നുള്ളൊരു രീതിയിലാണ് പെർ ക്യാപിറ്റ വരുന്നത്. സോ ഡോളറിന്റെ കണക്കിൽ നോക്കുകയാണെങ്കിൽ ജപ്പാനിലുള്ള ഒരാൾക്ക് പ്രതിശീർഷ GDP അല്ലെങ്കിൽ പ്രതിശീർഷ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $33,000. മനസ്സിലായോ? $33,000 പ്രതിശീർഷ വരുമാനമായിട്ട് പെർ ക്യാപിറ്റ GDP ആയിട്ട് വരുന്നത്. വരുമാനമല്ല, പെർ ക്യാപിറ്റ GDP ആയിട്ട് വരുന്നത്. സോ വെൻ കമ്പയർ ടു ഇന്ത്യ അത് 2,800 മനസ്സിലായോ? അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 11 മടങ്ങ് വ്യത്യാസമുണ്ട്. മനസ്സിലായോ? ഓഫ് കോഴ്സ് ഇന്ത്യ ലോകത്തിലെ ഒരു
ഏറ്റവും വലിയ പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമാണ്. ചൈനയെ കവച്ചു വെക്കുന്നു എന്ന് നമ്മൾ പറയുന്നു, കവച്ചു വെച്ചു ഓൾറെഡി. സോ അത് ഒരു ഫാക്ടറാണ് ഈ GDPക്ക്, GDP പെർ ക്യാപിറ്റയിലേക്ക് എത്താനായിട്ട്. മനസ്സിലായോ? എന്നാൽ അത് മാത്രമല്ല, ഇപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ, പോവർട്ടി റിലേറ്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് പെർട്ടിക്കുലർലി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഗ്രാഫ് നമ്മളുടെ എഡിറ്റോറിയൽ പേജിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് ഹയർ എഡ്യൂക്കേഷൻ നേടുന്നവരുടെ എണ്ണം, മനസ്സിലായോ? ഹയർ എഡ്യൂക്കേഷൻ നേടുന്നവരുടെ എണ്ണം, സ്കിൽഡ് എംപ്ലോയീസിന്റെ എണ്ണം, മനസ്സിലായോ? വർക്ക് ഫോഴ്സിൽ തന്നെ ഹയർ എഡ്യൂക്കേഷൻ ഉള്ളവരുടെ എണ്ണം. സോ ഇന്ത്യയിൽ അത് 32% ആണെങ്കിൽ ജപ്പാനിൽ അത് 75% ആണ്. മനസ്സിലായോ? സോ ഹയർ എഡ്യൂക്കേഷൻ നേടുന്നവരുടെ എണ്ണം, സ്കിൽഡ് ലേബേഴ്സ് ആയിട്ടുള്ളവരുടെ എണ്ണം, ഇതെല്ലാം ജപ്പാനിൽ കൂടുതലാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നാഷണൽ ഗ്രോ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു എക്കോണമിക് ഡെവല്യൂഷൻ സംഭവിക്കാനായിട്ട്, ഡെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ ഉണ്ടാകുന്ന ഒരു എക്കോണമിക് പ്രോഗ്രസ് ഉണ്ടല്ലോ, രാജ്യത്ത് ഉണ്ടാകുന്ന ഒരു എക്കോണമിക് പ്രോഗ്രസ് സാധാരണ ആളുകളിലേക്ക് ഡിവോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. മനസ്സിലായോ? സോ ഇവിടെ എന്താണ് GDP ഇൻക്രീസ് ചെയ്യിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് അപ്പുറം തന്നെ വീണ്ടും നമ്മൾ പറയും നമ്മളുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് താഴോട്ടാ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഇന്ത്യയും ജപ്പാനും കമ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യ ഇതാണ്, ജപ്പാൻ ഇതാണെങ്കിൽ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, പോവർട്ടി, ഇതിങ്ങനെ 3 കാര്യങ്ങളിലെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഇൻഡെക്സ് ആണ്. അതിന്റെ നമ്പർ 1 ആണ്. അതായത് നമ്പർ 1 അടുത്ത് നിൽക്കുന്ന മൂല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഹൈലി ഹ്യൂമൻ ഡെവലപ്മെന്റ് ആയിട്ടുള്ള ഒരു കൺട്രി ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഇന്ത്യയുടെ റാങ്ക് അറൌണ്ട് 0.6 ആണ്, ജപ്പാന്റെ റാങ്ക് അറൌണ്ട് 0.93 ആണ്. സോ 1 എന്ന സംഖ്യയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഈ ജപ്പാനാണ്. മനസ്സിലായോ? ഇന്ത്യ അതിലും ഒരു 4 പോയിന്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ജപ്പാന്റെ ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റിലേക്ക് എത്തുകയുള്ളൂ. മനസ്സിലായോ? സോ നമ്മൾ രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ GDP രാഷ്ട്രമായിട്ട് ഉയർന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ജനങ്ങളിലേക്ക് അതിന്റെ ഒരു എഫക്റ്റ് ഡെവോൾവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ പ്രിലിംസ് പെർസ്പെക്റ്റീവിലാണെങ്കിൽ എന്താണ് GDP, എന്താണ് GNP? സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുക. വരും ദിവസങ്ങളിൽ ഇത് വീണ്ടും ആർട്ടിക്കിൾ ന്യൂസുകളിൽ വരും. അപ്പോൾ അത് നമ്മൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്താണ് GDP, എന്താണ് GNP, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഞാനൊന്ന് ബ്രീഫായിട്ട് പറയാം. GDP കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഡിഫറെന്റ് മെത്തേഡുകളുണ്ട്. ഒന്ന് ഇൻകം മെത്തേഡ്, 2 എക്സ്പെൻഡിച്ചർ മെത്തേഡ്. സോ മൊത്തം ഇൻകത്തെയും നമ്മൾ കൂട്ടും. മനസ്സിലായോ? രാജ്യത്തെ ഡിഫറെന്റ് സെക്ടറുകളിലുള്ള മൊത്തം ഇൻകത്തെയും നമ്മൾ കൂട്ടും. അപ്പോൾ ഒരു വാല്യൂ കിട്ടും. അതിനെയാണ് ഇൻകം മെത്തേഡിൽ GST കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ എങ്ങനെയാണ്? പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എല്ലാ എക്സ്പെൻഡിച്ചറുകളും നമ്മൾ ആഡ് ചെയ്യും. അതായത് ഡിഫറെന്റ് എക്സ്പെൻഡിച്ചറുകൾ, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, എക്സ്പോർട്ട്, ഇമ്പോർട്ട്, അങ്ങനെ ഡിഫറെന്റ് എക്സ്പെൻഡിച്ചറുകൾ നമ്മൾ ആഡ് ചെയ്യും. അതിനുശേഷം ഇതെല്ലാം കൂട്ടുമ്പോൾ ആകെ കിട്ടുന്ന തുകയാണ് GDP എക്സ്പെൻഡിച്ചർ ടേമുകളിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. സോ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇന്ത്യയിൽ GDP ഏത് മെത്തേഡിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇൻകം മെത്തേഡിലാണോ, എക്സ്പെൻഡിച്ചർ മെത്തേഡിലാണോ, അല്ലെങ്കിൽ കമ്പൈൻഡ് ആയിട്ടുള്ള എന്തെങ്കിലും മെത്തേഡിലാണോ? ഇന്ത്യയിൽ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻകം മെത്തേഡിലും എക്സ്പെൻഡിച്ചർ മെത്തേഡിലും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അത് ഒരു PYQ അല്ല, ഒരു മോക്ക് ടെസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. അതായത് നമ്മൾ GDP കുറിച്ച് ഒരുപാട് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ GDP റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്കുകൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ഏത് മെത്തേഡിലാണെന്ന് പെട്ടെന്ന് ചോദിക്കുമ്പോൾ അത് സ്റ്റുഡൻസിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. സോ അങ്ങനെ ഒരു ചോദ്യം പെട്ടെന്ന് മനസ്സിലേക്ക് ഓർത്തപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചതാണ്. സോ നമ്മൾ ഇതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. മെയിൻസ് പെർസ്പെക്റ്റീവിലാണെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കി? GDP എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പെർ ക്യാപിറ്റ റിലേറ്റഡ് ആയിട്ട്. സോ നമുക്ക് ഇവിടെ ഡിഫറെന്റ് സെക്ടേഴ്സ് ആയിട്ട് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യാം. മനസ്സിലായോ? 1 ഹെൽത്ത് സെക്ടർ, 2 എഡ്യൂക്കേഷൻ സെക്ടർ, 3 പോവർട്ടി, ദെൻ റിലേറ്റഡ് ടു എംപ്ലോയ്മെന്റ്. സോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ, അതായത് 2048 ആവുമ്പോഴേക്കും 1 ബില്യൺ പീപ്പിൾ എൻ്റർ ഇൻ ടു ദ വർക്ക് ഫോഴ്സ്. മനസ്സിലായോ? 1 ബില്യൺ ആളുകൾ ഇന്ത്യയുടെ വർക്ക് ഫോഴ്സിലേക്ക് എൻ്റർ ചെയ്യും. മനസ്സിലായോ? സോ ഇന്ത്യ കമ്പാരിറ്റീവ്ലി യുവത്വമുള്ളൊരു നാടാണ്.
മനസ്സിലായോ? ജപ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ്ഡ് പോപ്പുലേഷൻ ആണ്, ജനറിക് പോപ്പുലേഷൻ ആണ് അവിടെ കുറച്ചും കൂടി കൂടുതലുള്ളത്. സോ ഇന്ത്യക്ക് അതിന്റെ ഒരു പോപ്പുലേഷൻ ഡിവിഡൻറ്റ് കിട്ടേണ്ട ഒരു സമയമാണ്, മനസ്സിലായോ? സോ ഈ സമയത്ത് നമ്മൾ ആക്ട് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഹെൽത്തിലും എഡ്യൂക്കേഷനിലും പോവർട്ടിയിലും ആക്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ പോപ്പുലേഷൻ ഡിവിഡൻറ്റ് നമുക്ക് കിട്ടാതെ പോകും, മനസ്സിലായോ? സോ അതെല്ലാം മെയിൻസ് പേഴ്സ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ലാസ്റ്റ് ഞാൻ ചൂസ് ചെയ്ത ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്ന് ഡിഫറെന്റ് ഏരിയാസ് ടച്ച് ചെയ്തിട്ടുണ്ട്. എക്കോണമിക് റിലേറ്റഡ് ആയിട്ട് GST കുറിച്ച് പഠിച്ചു, എന്താണ് GDP എന്ന് പഠിച്ചു. എക്കോളജി റിലേറ്റഡ് ആണെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചു? സരിസ്ക നാഷണൽ പാർക്കിനെ കുറിച്ച് പഠിച്ചു. ദെൻ കഞ്ചൻജുംഗ നാഷണൽ പാർക്കിനെ കുറിച്ച് പഠിച്ചു. കഞ്ചൻജുംഗ മൗണ്ടെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പഠിച്ചു. റിലേറ്റഡ് ടു ദ പൊളിറ്റി സെഷൻ നമ്മൾ ഗവർണൻസിനെ കുറിച്ച് പഠിച്ചു. ഗവർണൻസിൽ എങ്ങനെയാണ് വിർച്വൽ ഡിജിറ്റൽ അസറ്റുകളെ എങ്ങനെയാണ് നമ്മളുടെ ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്, അതാണ് ഞാനത് ടൈം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തത്, മനസ്സിലായോ? സോ അതിനെക്കുറിച്ച് പഠിച്ചു. ദെൻ പൊളിറ്റിയിൽ പ്ലേസസ് ഓഫ് ഫെർഷിപ്പ് ആക്ടിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, മനസ്സിലായോ? സോ ഇതിൽ എന്തെങ്കിലും ടേം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് അയക്കുകയോ നമ്മളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാം, മനസ്സിലായോ? നമ്മൾ ഇന്ന് ചെയ്തതിന്റെ PDF നമ്മൾ നമ്മളുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ ഇതിന്റെ PDF നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നമ്മൾ ടെലഗ്രാം ചാനലിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യുക. ഓക്കെ, സോ എല്ലാവർക്കും താങ്ക് യു. ഇറ്റ്സ് എ ലെങ്തി സെഷൻ, ഐ നോ. സോ നമ്മൾ ഒരു മണിക്കൂർ ഒരു 5 ടോപ്പിക്കുകൾ കവർ ചെയ്ത് വരുമ്പോഴേക്കും ഒരു മണിക്കൂറിലേക്ക് നമ്മൾ എത്തും. സോ ഇത് നിങ്ങൾ റീഡ് ചെയ്യുക ഈ ആർട്ടിക്കിൾ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുക, ഒന്ന് മനസ്സിരുത്തി കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ഇനി നെക്സ്റ്റ് ഇതുമായി ബന്ധപ്പെട്ടൊരു ആർട്ടിക്കിൾ അടുത്ത ദിവസങ്ങളിൽ പത്രങ്ങളിൽ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ വരും. സോ അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പറയാം എന്താണ് GDP, അല്ലെങ്കിൽ എന്താണ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട്, അല്ലെങ്കിൽ എന്താണ് വിർച്വൽ ഡിജിറ്റൽ അസറ്റ്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ കുറിച്ച് നിങ്ങൾ കേൾക്കുമ്പോൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്താണ് എന്നുള്ളത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അത് നിങ്ങൾ മറന്നുപോയെങ്കിൽ വീണ്ടും ജസ്റ്റ് ഒന്ന് നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുക. ഓക്കെ, അങ്ങനെയാണ് നമ്മളുടെ കറന്റ് അഫയേഴ്സിലുള്ള നമ്മളുടെ അപ്പർ ഹാൻഡ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കുക. ഓക്കെ, സോ താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ ലിസണിങ് മീ. താങ്ക് യു.